ഹലോ നമസ്കാരം. പഞ്ചാബ് vs KKR മാച്ചിൻ്റെ പ്രിവ്യൂ ആണ്. പഞ്ചാബിൻ്റെ ക്യാപ്റ്റൻ അറിയാലോ, KKRൻ്റെ പഴയ ക്യാപ്റ്റൻ, ടൈറ്റിൽ വിന്നിങ് ക്യാപ്റ്റനാണ്. ഈ വർഷം ടീം മാറി പഞ്ചാബിലേക്ക് എത്തിയതാണ്. അതിൻ്റെ ഒരു വാശി ഈ മാച്ചിലും പ്രതിഫലിക്കും എന്ന് വേണം നമുക്ക് കരുതാനായിട്ട്. കഴിഞ്ഞ വർഷം KKR കപ്പടിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയത് ഗൗതം ഗംഭീറിനും അതുപോലെ തന്നെ ആ ടീമിനും മൊത്തത്തിലൊക്കെയാണ്. ക്യാപ്റ്റൻ അത്ര അങ്ങോട്ട് ക്രെഡിറ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു ടീമിലേക്ക് എത്തി ആ ടീമിനെ ഒരു നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രേയസ് അയ്യറിനെ സംബന്ധിച്ച് ഈ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഫാൻറ്റസി 11 ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ഫാൻറ്റസി എക്സ്പേർട്ട് അല്ല, ഫാൻറ്റസി 11 ഞാൻ കളിക്കാറുമില്ല. പക്ഷേ കമൻറ്റ് സെക്ഷനിൽ ആൾക്കാരുടെ ആവശ്യപ്രകാരമാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കളിക്കുന്നവർ റെസ്പോൺസിബിളായിട്ട് കളിക്കുക, അതുപോലെ തന്നെ പൈസയൊന്നും അധികം കളയാതെ സൂക്ഷിച്ചും കണ്ട് കളിക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയാണ്. അത് പറഞ്ഞുകൊണ്ട് ഞാനൊരു സജഷൻ പോലെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. പഞ്ചാബ് വരുന്നത് ഹൈദരാബാദിൽ SRHനെതിരെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു തോൽവിയുടെ അടിച്ചില്ല, നല്ലൊരു സ്കോർ അടിച്ചിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു തോൽവിക്ക് ശേഷമാണ് പഞ്ചാബ് വരുന്നത്. അതേസമയം KKR ചെന്നൈയിൽ ചെപ്പോക്കിൽ പോയിട്ട് ചെന്നൈ തോൽപ്പിച്ച ആ ഒരു ആത്മവിശ്വാസത്തിലാണ് KKR വരുന്നത്. മുല്ലൻപൂരിലാണ് മാച്ച്, പഞ്ചാബിൽ തന്നെ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് പഞ്ചാബിനുണ്ട്. കാരണം ഇവിടെ ഇതിന് മുമ്പ് നടന്ന മാച്ചിൽ ചെന്നൈ പഞ്ചാബ് പരാജയപ്പെടുത്തിയിരുന്നു. ഇനി ഈ ടീമുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചാബിന് സത്യം പറഞ്ഞാൽ കുറച്ച് ചേഞ്ചസിൻ്റെ ആവശ്യമുണ്ട്. ലോക്കി ഫെർഗൂസൺ കഴിഞ്ഞ മാച്ചിൽ പരുക്കായിട്ട് പുറത്തു വരുന്നു. അപ്പോൾ അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് ബാർട്ട്ലി എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ പേസ് ബോളർ ഉണ്ട്. പുള്ളിയായിരിക്കും ഒരുപക്ഷെ കളിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ വൈശാഖ് വിജയകുമാർ കളിക്കാനും ചാൻസ് ഉണ്ട്. കഴിഞ്ഞ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ യശ് താക്കൂറിന് പകരം വൈശാഖ് വിജയകുമാർ ഇമ്പാക്ട് സബായിട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ ഈ മാച്ചിൽ അവർ ആ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നുന്ന 1-2 ചേഞ്ചസ് ഉണ്ട്. അവരത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതായത് മാക്സ്വെലിന് പകരം തീർച്ചയായിട്ടും ജോഷ് ഇംഗ്ലീഷിനെ കളിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഹർപ്രീത് ബ്രാറിനെ ഉറപ്പായിട്ടും കളിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം നന്നായിട്ട് പെർഫോം ചെയ്ത ബോളറാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ നോക്കുവാണെങ്കിൽ ഫിംഗർ സ്പിന്നേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചെന്നൈ ആയിട്ടുള്ള മാച്ചിലായാലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ റൺസ് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ഹർപ്രീത് ബ്രാറിന് തീർച്ചയായിട്ടും പറ്റും. യശ്വന്ത് ചാഹലിൻ്റെ കാര്യത്തിലും തീർച്ചയായിട്ടും അവരൊരു തീരുമാനം എടുക്കണം. ഒരുപക്ഷെ യശ്വന്ത് ചാഹലിനെ പുറത്തിരുത്തിയിട്ട് ഹർപ്രീത് ബ്രാറിനെ കളിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ KKR നല്ല സ്പിൻ ഹെവി ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവർക്ക് മാർക്കോ യാൻസനെ മാറ്റിയിട്ട് ഒമർ സായെ കളിപ്പിക്കാൻ ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ഒമർ സായി അറിയാം, അഫ്ഗാനിസ്ഥാൻ്റെ സ്പിന്നേഴ്സിനെയൊക്കെ നന്നായിട്ട് കളിച്ച് പരിചയമുള്ള ഒരു ബാറ്റ്സ്മാനാണ്. നല്ലൊരു ഓൾറൗണ്ടറാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് വരുന്ന ഒരു പ്ലെയറാണ്. സോ ഒമർ സായെ പരീക്ഷിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചാബിന്, കാരണം സ്പിന്നേഴ്സിനെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ മാർക്കോ യാൻസനായാലും അതുപോലെ മാർക്കസ് സ്റ്റോയിനിസ് അങ്ങനെയുള്ള കുറച്ച് പേര് ഒരു മിഡിൽ ഓർഡറിലുള്ളപ്പോൾ സ്പിന്നേഴ്സിനെ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പഞ്ചാബിന്. സോ അതിനൊരു കൗണ്ടർ ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ യാൻസന് പകരം ഈ ഒമർ സായെ കളിപ്പിക്കാവുന്നതാണ്. ഇനി KKRലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ആ ഒരു ടീമിൽ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മോയിൻ അലി തന്നെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്പെൻസർ ജോൺസൺ ഒരുപക്ഷെ കളിക്കാൻ ചാൻസ് ഉണ്ട്. ഇവർ രണ്ടിൽ ഏതെങ്കിലും ഒരാളായിരിക്കും കളിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി മോയിൻ അലി തന്നെ കളിക്കാനാണ് ചാൻസ് കൂടുതൽ. KKR ആദ്യമുള്ള ആ ഒരു പതർച്ചയൊക്കെ മാറിയിട്ട് ഒന്ന് സെറ്റായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ചെന്നൈ ആയിട്ടുള്ള മാച്ചിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പഞ്ചാബിനെ സംബന്ധിച്ച് നല്ല ചലഞ്ചിങ് ആയിരിക്കും KKR എന്ന് പറഞ്ഞ ടീം. ഇപ്പോൾ പഞ്ചാബും ചെന്നൈ ആയിട്ടുള്ള മാച്ച് ഇതേ ഗ്രൗണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രിയൻ ഷാരിയാണ് നന്നായിട്ട് പെർഫോം ചെയ്തത്. അത് കഴിഞ്ഞ് താഴേക്ക് അധികം ആരും പെർഫോം ചെയ്തില്ല. മിഡിൽ ഓർഡർ അത്യാവശ്യം തകരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഓപ്പണിങ്ങിൽ ആ പവർ പ്ലേയിൽ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നടത്തേണ്ട ആവശ്യമുണ്ട്. പഞ്ചാബിന് അത് പ്രിയൻ ഷാരി ആണെന്നുണ്ടെങ്കിൽ KKRനെ സംബന്ധിച്ച് നരേൻ്റെ ബാറ്റിംഗ് അവിടെ ഒരു എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മൊത്തത്തിൽ ഈ മാച്ചിൽ പഞ്ചാബിൻ്റെ യങ് ആയിട്ടുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എങ്ങനെ KKRൻ്റെ വേൾഡ് ക്വാളിറ്റി സ്പിന്നേഴ്സിനെ നേരിടും എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ശ്രേയസ് അയ്യർ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ സ്പിന്നിനെ പിടിച്ചു കെട്ടാൻ പറ്റും. അതായത് വരുൺ ചക്രവർത്തി, സുനിൽ നരേനെ പിടിച്ചു കെട്ടാനായിട്ട് പഞ്ചാബിന് പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ മാച്ചിലൊരു സാധ്യതയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ടീമിൻ്റെ അവസ്ഥ വെച്ചിട്ട് KKRന് ഒരു ചെറിയ സ്ലൈറ്റ് ഒരു എഡ്ജ് ഞാൻ കൊടുക്കും. ഇല്ല, നമ്മൾ ഈ പറഞ്ഞ ചേഞ്ചസ് ഒമർ സായെ അകത്തേക്ക് കൊണ്ടുവരിക, അതുപോലെ ഹർപ്രീത് ബ്രാറിനെ കളിപ്പിക്കുക, ഇങ്ങനെയുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ പഞ്ചാബ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചാബിന് എഡ്ജുണ്ട് KKRൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മാച്ചിൻ്റെ ഒരു ഫാൻറ്റസി 11 കൂടെ നോക്കാം. ഞാൻ കീപ്പേഴ്സായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഡീകോക്കിനെയും അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷിനെയാണ്. ജോഷ് ഇംഗ്ലീഷിനെ വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം, മാക്സിലോട്ട് റീപ്ലേസ് ചെയ്യാം. അഥവാ ജോഷ് ഇംഗ്ലീഷ് കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാറ്റേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അജിങ്ക്യ രഹാനെ, ശ്രേയസ് അയ്യർ, ശശാങ്ക് സിംഗ്, റിങ്കു സിംഗ്, അംഗ്രിത് രഘുവംശി, ഇത്രയും പേരെ ഞാൻ ബാറ്റേഴ്സായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറൗണ്ടേഴ്സായിട്ട് സുനിൽ നരേൻ ആൻഡ് ഒമർ സായി അതുപോലെ തന്നെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒമർ സായി യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ യാൻസനെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ബോളേഴ്സായിട്ട് വരുൺ ചക്രവർത്തിയും വൈഭവ് അറോറയുമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഈ മാച്ചിനെ പറ്റിയുള്ള പ്രതീക്ഷകളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കുക. അതുപോലെ തന്നെ ഈ ഫാൻറ്റസി 11 പറ്റിയുള്ള അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും പങ്കുവെക്കുക. കാരണം ഞാൻ ഫാൻറ്റസി 11 കളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടീം കറക്റ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ആൾക്കാരെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.